ഉത്തമ രാമഭക്തന്റെ സമ്പൂർണ്ണ ചരിതം. വീരഹനുമാൻ ഇന്നു മുതൽ വൈകുന്നേരം 6 മണിക്ക്. ഇങ്ങോട്ട് നീങ്ങി നിൽക്ക്. സാറ് ചോദിക്കുന്നതിന് കൃത്യവും വ്യക്തമായ ഉത്തരം നൽകണം. കേട്ടല്ലോ? യെസ് മാഡം. ഭാനുവിനെ എവിടെ വെച്ചാ ആദ്യമായിട്ട് കണ്ടതും പരിചയപ്പെട്ടതും? കോളേജിൽ വെച്ചാ. ജയേഷ് ഭാനുവിനെ പരിചയപ്പെട്ടതാണോ അതോ ഭാനു ജയേഷിനെ പരിചയപ്പെട്ടതാണോ? ഞാനാണ് ഭാനുവിനെ പോയി പരിചയപ്പെട്ടത്. പരിചയപ്പെട്ടത് മുതൽ ഇതുവരെ ഉള്ളത് വ്യക്തമായി പറയാമോ? വ്യക്തമാക്കാം. പറഞ്ഞോളൂ. റിസോർട്ടിൽ വെച്ച് ആരാണ് ഭാനു കഴിച്ച ജ്യൂസിൽ മയക്കുമരുന്ന് കലർത്തിയെന്ന് അറിയില്ലേ? ഇല്ല സാർ, ഞങ്ങളാരോ ചതിച്ചതാ. ജയേഷ് ഇതുവരെ പറഞ്ഞതൊക്കെ ഓക്കെ. പക്ഷേ ഭാനുവിന് ജ്യൂസ് കൊടുത്തതും ഭാനുവിന് സ്വബോധം നഷ്ടപ്പെട്ടതും തുടർന്ന് ഭാനുവിനെ അതേ റിസോർട്ടിലെ റൂമിൽ കൊണ്ടുപോയി ജയേഷ് തന്നെ ഷവറിന്റെ കീഴിൽ നിർത്തി ഭാനുവിന്റെ മയക്കം മാറ്റാൻ ശ്രമിച്ചതും പിന്നീട് ഭാനുവിന്റെ വസ്ത്രങ്ങൾ മാറ്റി മറ്റൊരു വസ്ത്രം ധരിപ്പിച്ചതും അത് ജയേഷിന്റെ വ്യക്തമായൊരു പ്ലാനിംഗ് ആയിരുന്നില്ലേ? ഒരിക്കലുമല്ല സാർ. ആ സമയത്ത് എങ്ങനെയെങ്കിലും ഭാനുവിനെ രക്ഷിക്കണം എന്നുള്ള ചിന്തയായിരുന്നു എനിക്ക്. പിന്നെന്തിനാണ് ഭാനുവിന്റെ അബോധാവസ്ഥയിലുള്ള വീഡിയോ ജയേഷ് മൊബൈൽ ഫോണിലെടുത്തത്? എന്താ വ്യക്തമായ ഉത്തരം തരാൻ ബുദ്ധിമുട്ടുണ്ടോ? അത് ഞാൻ മനഃപൂർവ്വം എടുത്ത മാഡം. എന്തിനു വേണ്ടി? ഒരു പെൺകുട്ടിയുടെ വീഡിയോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ അവളുടെ അനുവാദമില്ലാതെ എടുക്കാൻ പാടില്ല എന്ന നിയമം ഉള്ളപ്പോ അബോധാവസ്ഥയിലുള്ള ഭാനുവിന്റെ വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ അത് നിങ്ങൾ എന്തിനെടുത്തു? പറയണം. ഭാനു അബോധാവസ്ഥയിലായതുകൊണ്ട് അവളെ ഞാൻ എങ്ങനെയൊക്കെയാണ് സംരക്ഷിക്കുന്നതെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാ ഞാൻ വീഡിയോ എടുത്തത്. അല്ലെങ്കിൽ ഒരിക്കലും ഭാനു ഇതൊന്നും വിശ്വസിക്കില്ലായിരുന്നു. അല്ലാതെ ഭാനുവിനെ ചതിക്കാനോ പറ്റിക്കാനോ വേണ്ടിയല്ലായിരുന്നു. ഭാനുവിന്റെ ഉള്ളിൽ പോയ മയക്കുമരുന്ന് മെഡിക്കൽ ലാബിൽ നിന്ന് ആരോ മോഷ്ടിച്ചതാണെന്നുള്ളതിന് വ്യക്തമായ തെളിവ് കിട്ടിയിട്ടുണ്ട്. ആരാണ് മെഡിക്കൽ ലാബിൽ നിന്നും മെഡിസിൻ എടുത്തുകൊണ്ട് വന്നതെന്നും കണ്ടവരുണ്ട്. മെഡിക്കൽ സ്റ്റുഡൻസിന് മാത്രം അറിയാമായിരുന്ന അനസ്തേഷ്യ വിഭാഗം ഉപയോഗിക്കാറുള്ള മെഡിസിൻ ആയിരുന്നു ഭാനുവിന് ജ്യൂസിൽ കലർത്തി നൽകിയത്. സാർ, അല്പം കൂടി ഡോസേജ് കൂടിയിരുന്നെങ്കിൽ ഭാനുവിന്റെ ജീവൻ തന്നെ പോകുമായിരുന്നു എന്ന് ഭാനുവിനെ ചികിത്സിച്ച ഡോക്ടർ മൊഴി നൽകിയിട്ടുണ്ട്. ഇതിന്റെ എല്ലാം പിന്നിൽ ആസൂത്രിതമായ ഒരു നീക്കം ഉണ്ടായിരുന്നെന്നും ജയേഷ് ഭാനുവിനെ മനഃപൂർവ്വം ട്രാപ്പിലാക്കുമായിരുന്നെന്നും ഞങ്ങൾ പറഞ്ഞാൽ നിഷേധിക്കാൻ പറ്റുമോ? പറ്റും സാർ. കാരണം ഒരിക്കലും എന്റെ ഭാനുവിനോട് ഇങ്ങനെയൊന്നും ചെയ്യാൻ ഞാൻ കൂട്ടു നിൽക്കില്ല. അങ്ങനെ അവളെ ചതിക്കാൻ എനിക്കാവില്ല. അങ്ങനെയുള്ള ഒരാളായിരുന്നെങ്കിൽ അബോധാവസ്ഥ കിടക്കുന്ന ഭാനുവിനെ എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യായിരുന്നു. പക്ഷെ ഒരിക്കലും ഭാനുവിനോട് അങ്ങനെ ഞാൻ ചെയ്യില്ല. ഈ ജന്മം എനിക്കതിന് കഴിയില്ല. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല സാർ. ശരി, പുറത്തു പോയിരുന്നോളൂ. ACPക്ക് എന്ത് തോന്നുന്നു? ഭാനുവിനോട് കൂടി സംസാരിച്ചിട്ട് പറയാം സാർ. ഭാനു ഭാനു ചെല്ല. ഞാൻ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ. ശരി ശരി. ഭാനു എന്ത് പറയുന്നു? ഇതുവരെയുള്ള സംഭവങ്ങൾ പറയാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. എന്നാ പറഞ്ഞോളൂ.
ജയേഷ് ആണ് ഭാനുവിനെ പരിചയപ്പെട്ടതെന്നല്ലേ പറഞ്ഞത്? അതെ മാം. ഉം. അപ്പൊ ആരാണ് ഭാനുവിന് ജ്യൂസ് തന്നെന്നുള്ള കാര്യം അറിയില്ല. അറിയില്ല. ആ സമയത്ത് അതൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല. അപ്പോ ജയേഷ് ഭാനുവിനെ മനഃപൂർവ്വം ട്രാപ്പിലാക്കിയതാണെന്ന് ഭാനു വിശ്വസിക്കുന്നില്ല അല്ലേ? ഇല്ല മാം, ഒരിക്കലും അങ്ങനെ ഒരു ചതി ജയേഷ് എന്നോട് ചെയ്യില്ല. അല്ല, ഇത്ര ഉറപ്പിച്ച് പറയാനുള്ള കാരണം? അന്ന് വേണമെങ്കിൽ എന്നെ ജയേഷിന് ഫിസിക്കലി യൂസ് ചെയ്യാമായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും എന്നോട് പെരുമാറിയില്ല. വെറുതെ ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ജീവിതം നശിപ്പിക്കാൻ ഞാനൊരു കാരണക്കാരി ആവരുതെന്നേ എനിക്ക് പറയാനുള്ളൂ. ഇവിടെ ജയേഷിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ ഭാനു ഇങ്ങനെയൊക്കെ മാറ്റി പറയുന്നത്? ഒരിക്കലും അല്ല മാം, ഞാൻ ഇതുവരെ പറഞ്ഞതെല്ലാം സത്യമാണ്. ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായിരുന്നു. വിവാഹത്തിന്റെ കാര്യമൊക്കെ പിന്നീട് നടന്ന കാര്യങ്ങളാ. ആ, ഭാനു പൊക്കോളൂ. എന്നിട്ട് സൂര്യയോടും ഭാവനോടും വരാൻ പറയും. ശരി. നമ്മൾ വിചാരിച്ചതുപോലെയല്ല. അവര് തമ്മില് ഒരിക്കൽ പോലും പരസ്പരം കുറ്റപ്പെടുത്തി സംസാരിച്ചിട്ടില്ല. അതെ, അവര് ഉള്ളിന്റെ ഉള്ളില് ഇപ്പോഴും ഇഷ്ടപ്പെടുന്നുണ്ടാവണം. അത് പരസ്പരം സംസാരിച്ച് തീർക്കാവുന്നതല്ലേ ഉള്ളൂ.